ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. അപ്പൊ എല്ലാവരും നവോദയക്ക് ഏറ്റവും മെയിൻ ആദ്യത്തെ ടോപ്പിക്കുകളെല്ലാം തീർത്ത് ലാസ്റ്റത്തെ ടോപ്പിക്കുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും എത്തിയില്ലേ? CC പ്ലസിലെ കുട്ടികളെല്ലാവരും എത്തി, ലാസ്റ്റ് ടോപ്പിക്കുകളിലേക്കൊക്കെ എത്തി. ഇനി നമുക്ക് 2 ടോപ്പിക്കും കൂടി തീർക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിവിഷൻ ആണ് അവര്. ഓക്കെ, അപ്പൊ നിങ്ങളും നമ്മളോടൊപ്പം കൂടുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് ലാഭം, നഷ്ടം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, നോക്കിക്കേ, ലാഭം നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക അല്ലേ. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ മൊത്തം നമുക്ക് ബേസ് ചെയ്ത് വരുന്നത് ഇക്വേഷനുകളാണ് കേട്ടോ. ലോസിനൊരു ഇക്വേഷൻ, പ്രോഫിറ്റിനൊരു ഇക്വേഷൻ ഉണ്ടാവും, ലോസിനൊരു ഇക്വേഷൻ ഉണ്ടാവും. ഈ ലോസിനും പ്രോഫിറ്റിന്റെ ഒക്കെ ഇക്വേഷൻ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരാളാണ് SPCP എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വാങ്ങിയ വില എന്ന് പറയും. വാങ്ങിയ വില. SP എന്ന് പറഞ്ഞാൽ വിറ്റ വില. വാങ്ങിയ വിലയും വിറ്റ വിലയും, അതാണ് SP-യും CP-യും. ഒരു സാധനം വാങ്ങി, ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? ലാഭമാണ്. ലോസ് എന്ന് വെച്ചാൽ അത് നഷ്ടവും എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പൊ നോക്കിക്കേ, ഞാനൊരു സാധനം വാങ്ങി, ഞാനൊരു പേന വാങ്ങി. ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഞാൻ 200 രൂപയ്ക്ക് വാങ്ങി. എന്നിട്ട് ഞാൻ അത് വേറെ ഒരാൾക്ക് 250 രൂപയ്ക്ക് കൊടുത്തു. 200-നാണ് ഞാൻ വാങ്ങിയത്, ഞാൻ അതൊരാൾക്ക് 250 രൂപയ്ക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായേ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എത്ര രൂപയാണ് ലാഭം ഉണ്ടായ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ എന്താ, എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? 200 രൂപയെ ഞാൻ മുടക്കിയുള്ളൂ, വാങ്ങിയ വില. ഞാൻ തിരിച്ച് വിറ്റത് എത്ര രൂപയ്ക്കാ? 250 രൂപയ്ക്കാ. അപ്പൊ എനിക്ക് ഇവിടെ ലാഭമല്ലേ? എത്ര രൂപ? 50 രൂപ ലാഭം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നമ്മളൊന്ന് മനസ്സിലൊക്കെ ഇരുത്തി ഒന്ന് ചിന്തിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് വരിക. ഓക്കെ, അപ്പൊ ഇനി ഇതിന് കുറച്ച് ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഇത് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യേണ്ടത് SP - CP. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ മതി. അപ്പൊ നോക്കിക്കേ, ഞാൻ 200 രൂപയ്ക്ക് വാങ്ങിയത് CP-യും 250 രൂപയ്ക്ക് വിറ്റത് SP-യും ആണ്. അപ്പൊ ഇവിടെ എനിക്ക് ലാഭം എത്രയാണെന്ന് അറിയാൻ എന്താ ചെയ്യണ്ടേ? SP-യിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കണം. അപ്പൊ എന്തായി? 50 എന്ന് കിട്ടി. കണ്ടോ, അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അപ്പൊ പ്രോഫിറ്റ്, ലാഭം ഈസ് ഈക്വൽ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില, SP - CP. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി തന്നത്. SP എന്ന് പറഞ്ഞാൽ വിറ്റ വില, CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. ഓക്കെ, വിറ്റ വിലയും വാങ്ങിയ വിലയും. ഇനി അടുത്തത് ലോസ് കാണാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോസ് കാണാൻ CP - SP കണ്ടാൽ മതി. CP - SP കണ്ടാൽ മതി, കിട്ടും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ 200 രൂപയ്ക്ക് വാങ്ങി 150 രൂപയ്ക്ക് വിറ്റു. 150 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ഇത് SP, ഇത് CP. CP-യിൽ നിന്ന് SP കുറച്ചാൽ മതി. 200-ൽ നിന്ന് 150 കുറച്ചാൽ മതി. നമുക്കെന്ത്? അതായിരിക്കും നമ്മുടെ ലോസ്. എത്ര രൂപ ലോസ്? 50 രൂപ ലോസ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ. അപ്പൊ മക്കളെ, ഇതൊന്ന് എല്ലാവരും ഇപ്പൊ തന്നെ ബോക്സ് വരച്ചിട്ടോ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP - CP. മലയാളം മീഡിയം എഴുതുമ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില മൈനസ് വിറ്റ വില എന്ന് എഴുതണം കേട്ടോ. എന്നിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോഫിറ്റ് ഈക്വൽ ടു SP - CP, ലോസ് ഈസ് ഈക്വൽ ടു CP - SP എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താ? ശ്യാം പർച്ചേസ്ഡ് എ ബൈസൈക്കിൾ ഫോർ 2100 and sold it for 2400. Find the profit made by Shyam. Question എന്താ?
ശ്യാം 2100-ന് ഒരു സൈക്കിൾ വാങ്ങി 2400-ന് വിറ്റു എങ്കിൽ ശ്യാമിന് എത്ര രൂപ ലാഭം കിട്ടി, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ലാഭം കണ്ടെത്തുക എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ, ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രോഫിറ്റ്. ഇപ്പൊ നമ്മൾ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ പഠിച്ചതേ ഉള്ളൂ. എഴുതിക്കേ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്? എങ്ങനെയാ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞേ? കുറച്ച് മുമ്പിലത്തെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? SP മൈനസ് CP, വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക. ഇവിടെ വിറ്റ വില എത്രയാന്ന് കണ്ടുപിടിച്ചേ? സോൾഡ്, സെല്ല് എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിരിക്കും നമ്മുടെ വിറ്റ വില കേട്ടോ. SP-യുടെ ഫുൾ ഫോം എന്താ? സെല്ലിംഗ് പ്രൈസ് എന്നാണ്. SP എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്. CP എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് കേട്ടോ. അതും കൂടെ അവിടെ ഒന്ന് എഴുതി വെച്ചോ, കോസ്റ്റ് പ്രൈസ്. അപ്പൊ നോക്കിക്കേ, വിറ്റു വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുമല്ലോ ഏതാണ് വിറ്റ വില ഏതാണ് വാങ്ങിയ വില എന്ന്. അപ്പൊ നോക്കിയേ, പ്രോഫിറ്റ് SP മൈനസ് CP. SP എത്രയാണെന്ന് നോക്കിക്കേ. SP എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നേ? 2400. വിറ്റത് 2400-ന്. വാങ്ങിയതിന് എത്രയാ? പർച്ചേസ് ചെയ്തിരിക്കുന്ന എത്രയാ? 2100-ന്. ദെൻ CP എന്ന് പറയുന്നത് 2100. ഓക്കെ, അപ്പൊ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്താ? SP മൈനസ് CP. ഇപ്പൊ വരുമ്പോ എത്ര വരും? 2400 മൈനസ് 2100, ദാറ്റ് ഈസ് ഈക്വൽ ടു 300. 300 റുപ്പീസ് ആണ് അവിടുത്തെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 300 രൂപ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആനന്ദ് ഒരു ജോഡി ഷൂ 1599-ന് വാങ്ങി 1249-ന് വിറ്റു. അവയിൽ ആനന്ദ് വരുത്തിയ നഷ്ടം കണ്ടെത്തുക. നഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദ് purchased a pair of shoe for 1599 and sold them for 1249. Find the loss made by Anand on them. എന്ത് ലോസ് ആണ് ആനന്ദിന് വന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എന്താ അറിയാം? ലോസ്. ലോസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ലോസ്, നഷ്ടം. നഷ്ടം കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ. എന്താ? നേരെ തിരിച്ച് CP മൈനസ് SP കാണണം അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ CP എത്രയാന്ന് ആദ്യം കണ്ടുപിടിച്ചേ. CP എത്രയാ? ആനന്ദ് ഒരു ജോഡി ഷൂ 1599-ന് വാങ്ങി. എന്താ? ബൈ ആനന്ദ് purchased a shoe for 1599. അപ്പൊ എന്താ? CP എന്ന് പറയുന്നത് 1599 എന്ന് കിട്ടി. ഇനി SP എന്താ? അപ്പോ 1249. SP 1249 കിട്ടിയില്ലേ? അപ്പോ നമുക്ക് ഇവിടെ എന്താ ചെയ്യണ്ടേ? CP 1599 മൈനസ് SP 1249 ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര വരും നോക്കിക്കേ? 0530. അപ്പോൾ നഷ്ടം വന്നത് 350 രൂപ. 350 രൂപ എന്തായി? ലോസായി, നഷ്ടം വന്നു. ഇത് വാങ്ങിയിട്ടത് വേറൊരാൾക്ക് കൊടുത്തപ്പോൾ 350 രൂപയാണ് അവിടുത്തെ ലോസ്. അപ്പൊ ഇതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കി പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 1 കിലോ പഞ്ചസാര 80 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ നമുക്ക് പുതിയൊരു ടേം ആണ് ലാഭശതമാനം കേട്ടോ. 1 kg of sugar was bought for 80 and sold for 100. Find the profit percent. Profit percent അല്ലെങ്കിൽ ലാഭശതമാനം. അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നോക്കൂ. പ്രോഫിറ്റ് പെർസെന്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കും. പ്രോഫിറ്റ് പെർസെന്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലാഭശതമാനം. ലാഭശതമാനം എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് ബൈ CP into 100. ഇതാണ് ഇക്വേഷൻ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP into 100. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലാഭം. ലാഭം ബൈ വാങ്ങിയ വില
ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? പ്രോഫിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റിനെ കണ്ടുപിടിക്കണം. പ്രോഫിറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? SP മൈനസ് CP അല്ലേ? SP മൈനസ് CP. ഇവിടെ SP എത്രയാ? സോൾവ് ചെയ്തിരിക്കുന്ന എത്രയാ? 100 മൈനസ് SP എന്ന് പറയുന്നത് എത്രയാ? സോറി, CP എന്താ വാങ്ങിയ വില? 80. അപ്പൊ എത്ര കിട്ടി? 20 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭ ശതമാനം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP എന്താ? 80 വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കളയാൻ നോക്കിയേ. 0 കട്ട് ചെയ്തു. ഈ 18നെയും 10നെയും കട്ട് ചെയ്യാലോ. എന്ത് വരും നമുക്ക്? എന്താ വരുന്നേ? 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4, ഇവിടെ 5 വന്നു അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ 4 9 20നെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്ത് പറ്റും? 5 4s are 20 ഡിവൈഡ് ബൈ 4 കൊടുത്തു. ഇനി 5 ഇൻറ്റു 5 എത്രയാ? 25% നമുക്ക് ആൻസർ വരും. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 25%. അപ്പൊ അവിടുത്തെ പ്രോഫിറ്റ് എത്രയാ? ഫൈൻ പ്രോഫിറ്റ് പെർസെന്റ് എന്ന് ചോദിച്ചാൽ 25% പ്രോഫിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റ് എന്ത് കിട്ടി? 25% എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, യാഷ് പർച്ചേസ്ഡ് എ സാരി ഫോർ ₹2,000 and sell it for 1,500. Find his loss percent. അവിടെ ചോദിച്ചിരിക്കുന്നത് ലോസ് പെർസെന്റ് ആണ്. യാഷ് 2000-ന് ഒരു സാരി വാങ്ങി 1500-ന് വിൽക്കുന്നു. അവന്റെ നഷ്ടത്തിന്റെ ശതമാനം കണ്ടെത്തുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിയ പിള്ളേരെ, എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ലോസ് പെർസെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഇല്ലേ? നഷ്ട ശതമാനത്തിന് ഒരു ഇക്വേഷൻ ഇല്ലേ? എന്താ ഇക്വേഷൻ വരുന്നേ? ലോസ് ബൈ CP ഇൻറ്റു 100. ലോസ് ബൈ CP ഇൻറ്റു 100 ആണ് ലോസ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ. പ്രോഫിറ്റ് എന്നുള്ളത് ലോസ് ആയി, അത്രയേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് കുറെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇപ്പോൾ SP ചോദിക്കുക, CP പ്രോഫിറ്റ് പെർസെന്റ് തന്നിട്ട് എങ്ങനെ SP കണ്ടുപിടിക്കും? ഇതെല്ലാം തിരിച്ചൊരു 8-9 ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ സെറ്റാണ്. CC++ പിള്ളേരെല്ലാം പഠിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് 60 ഡേ ക്രാഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു നോക്കൂ. ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ ലോസ് കണ്ടുപിടിക്കേണ്ട പിള്ളേരെ. ലോസ് കണ്ടുപിടിക്കണ്ടേ? ലോസ് എത്രയാ നോക്കിക്കേ. 2000 രൂപയ്ക്ക് വാങ്ങിയ സാരിയാ 1500 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവിടെ എത്രയായിരിക്കും? 2000-ന് വാങ്ങി 1500-ന് വിറ്റു. ലോസ് 500 രൂപ. അപ്പൊ എന്തെഴുതണം? 500 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. നോക്കിക്കേ, ആരെയൊക്കെ വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഈ 2 0, ഈ 2 0, ഇതും വെട്ടിപ്പോയി. 50-നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 25%. 25% ആണ് ലോസ് വരുന്നത്. എത്ര ലോസ് വരുന്നത്? 25% ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെയാണ് ലോസ് പെർസെന്റ് കണ്ടുപിടിക്കുക. ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ബൈസ് എ റേഡിയോ ഫോർ Rs900 and sell it for Rs1200. Find his gain percent ആണ് ക്വസ്റ്റ്യൻ. ഒരാള് 900 രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങുന്നു. അത് 1200 ഇവിടെയാണ് വരുന്നത് കേട്ടോ. 1200 രൂപയ്ക്ക് വിൽക്കുന്നു. അവന്റെ നേട്ടത്തിന്റെ ശതമാനം കണ്ടെത്തുക. ഇവിടെ ഗെയിൻ പെർസെന്റാ ചോദിച്ചിരിക്കുന്നത്. ഈ ഗെയിൻ എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. നേട്ടം അല്ലെങ്കിൽ ലാഭം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സെയിം ആൾക്കാരാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? SP മൈനസ് CP കാണണം അല്ലേ? അപ്പൊ ഇവിടുത്തെ SP എത്രയാ? 1200 മൈനസ് 900. അപ്പൊ ഇവരെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂലേ? 1200 മൈനസ് 900. നമ്മളൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? 1200-ൽ തൊട്ട് പുറയിലുള്ള ആളാരാ?
99 മൈനസ് ഇതിൻ്റെ തൊട്ട് പുറയിലുള്ള ആളാരാ 99. അപ്പോൾ അതേ 0 0 11 ഇന്ന് 8 പോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 300 ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും 1200 നിന്ന് 900 കുറച്ചാലും 300 തന്നെയാണ് കിട്ടുന്നത്. എളുപ്പ വഴിയാണ് 2ൽ നിന്ന് 1 കുറയ്ക്കുക. 1200 നിന്ന് 1 കുറച്ച് എഴുതുക, 900 നിന്ന് 1 അതിൻ്റെ തൊട്ട് പുറയില്ല, കുറയ്ക്കുകയല്ല, ഒന്ന് തൊട്ട് പുറയിലുള്ള ആളെ എടുത്ത് എഴുതുക. അപ്പം എന്താ 1200ൻ്റെ തൊട്ട് പുറയിലുള്ളത് 1199. ഇനി അടുത്ത 900ൻ്റെ തൊട്ട് പുറയിലുള്ളത് 899. അപ്പോൾ അത് രണ്ടിനും കൂടെ കുറച്ചാൽ മതി. നമുക്ക് ഈ സീറോസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്താ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡൗട്ട് മാറാൻ വേണ്ടിയാണ്. 003 എന്ന് ആൻസർ വരും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് പേഴ്സൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കിട്ടിയായിരുന്നു. എത്രയാണ് 300. ഇനി CP എത്രയാണ് 900 ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ രണ്ട് സീറോസും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എവിടെ ഉള്ളത് എന്താ 3/9 ആണ്. 3/9 നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ. 3 ഡിവൈഡഡ് ബൈ 3 1. 3 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എന്താ 3 വരും. അപ്പോൾ 1/3 ഇൻറ്റു 100 എന്ന് വരും അല്ലേ. 1/3 ഇൻറ്റു 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100/3. 100/3 എന്ന് വരും. ഈ 100/3 നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്താ 100/3 എന്താ 3 3s are 9 വരും. 10 വന്നു അല്ലേ. നോക്കിയേ 3 ഇൻറ്റു 3 നമ്മൾ 9 എഴുതി, 10 ആയിരുന്നു നമുക്ക് അല്ലേ. ഇനി 10 വന്നു. ഇനി അടുത്തൊരു 0 എടുത്തെഴുതി. ഇനി എന്താ 3 ആണ് വരുന്നത്. എന്ത് വന്നു 9 വന്നു 33. ഇനി നമുക്ക് എന്ത് വരും 100നെ 3 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ് ഇട്ടിട്ടുള്ള വാല്യൂസ് വരത്തില്ലേ 100നെ 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കിയേ 100 ഡിവൈഡഡ് ബൈ 3 ആണ്. നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പോയിന്റ് ഇട്ടിട്ടുള്ള ആൻസേഴ്സും വരും കേട്ടോ. പോയിന്റ് കൊടുത്താൽ പിന്നെ 0 എടുത്ത് നമ്മൾ താഴത്തോട്ട് എഴുതി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ 33.33333 എന്നും പറഞ്ഞിട്ട് പോവും. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം 33.3 എന്ന് എഴുതി നമുക്ക് നിർത്താം. ഓപ്ഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ലാഭശതമാനം എന്ന് പറയുന്നത് 33.3% എന്ന് കാണും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 100/3% എന്ന് തരും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അവിടെ ഓപ്ഷനിൽ ഉണ്ടാകും. കേട്ടല്ലോ. ഓക്കെ, നമ്മുടെ പുതിയ 60 ഡേ ക്രാഷ് ബാച്ച് റൺ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എന്നും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ലൈവ് റെക്കോർഡ്സ് ഒക്കെ എന്താ ലൈവ് ഇപ്പോൾ ഒരു സൂം ലൈവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ആപ്പിലുണ്ടാവും. നിങ്ങൾക്ക് എക്സാം വരെ ഇരുന്ന് കാണാം. നിങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും ഒന്ന് എടുത്ത് കാണണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. പക്ഷെ ഇവിടെ നടക്കും. എക്സാം വരെ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ മെൻറ്ററായിട്ട് ആളവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്, ഡെയിലി സെഷൻസ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 80 സീറ്റേ ഉള്ളൂ ഒരു ജില്ലയിലേക്ക്. എത്ര ആൾക്കാരുണ്ടാവും? അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരേ റാങ്കുള്ള എത്ര ആൾക്കാർ വരും, അതിനുശേഷമാണ് റാങ്ക് കുറഞ്ഞ അല്ലെങ്കിൽ ഒരേ മാർക്ക് വരുന്നത്. ഇപ്പം 20 അല്ലെങ്കിൽ ഒരു 96 ഉള്ളൊരു 10 പേരുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ എടുത്തിട്ടേ ബാക്കിയുള്ളവരിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ എത്താനും നല്ലൊരു റാങ്കിലേക്ക് എത്താനും നമുക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ടഡ്. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9496949929 നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി നടത്തുക. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ.